തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് കേരള നോളജ് ഇക്കോണമി മിഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ സാബു ബാലയുമായുള്ള അഭിമുഖം. തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള നോളജ് ഇക്കോണമി മിഷന്റെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറായ സാബു ബാലയാണ്. നമസ്കാരം സർ. താങ്ക് യു. പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. കേരള നോളജ് ഇക്കോണമി മിഷൻ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കേരള നോളജ് ഇക്കോണമി മിഷൻ എന്ന് പറയുന്നത് 2021 കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്ന് പറയുന്ന KDISCന്റെ അണ്ടറിൽ വരുന്ന സർക്കാരിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്, ഒരു മിഷനാണ്. ഈ മിഷൻ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് 2026 കൂടി 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് അവരിഷ്ടപ്പെടുന്ന ജോലി, അവരുടെ വിജ്ഞാനത്തിന് ഉതകുന്ന തരത്തിലുള്ള, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉതകുന്ന തരത്തിലുള്ള ജോലി നൽകുക എന്നതാണ് മിഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി പ്രൊജക്റ്റുകളിൽ ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആകെ തുക, ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക. ഇപ്പം നമ്മളിൽ പലരും ഇഷ്ടപ്പെടുന്ന ജോലിയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അതാണ് ഈ മിഷൻ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നതും ഈ മിഷൻ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വാഗ്ദാനവും അത് തന്നെയാണ്. അതെ, കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ഡിഗ്രി ഒന്നായിരിക്കും, പക്ഷെ വർക്ക് ചെയ്യുന്ന ഏരിയ വേറെ ആയിരിക്കും അല്ലേ? തീർച്ചയായും. അപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ ആ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ ആ ലാക്ക് ഓഫ് സ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ടാലന്റ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു നൈപുണ്യ വികസനത്തിന് ഉതകുന്ന ഒരു മിഷൻ അല്ലേ? അതെ അതെ. ഇതിന്റെ ചരിത്രം ഒന്ന് പറയാമോ? ഇതിന്റെ ചരിത്രം 2021 കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു സർവേ നടത്തിയിരുന്നു. ചിലപ്പോൾ നമ്മളിൽ പലരുടെയും വീട്ടിൽ ആ സർവേ നടന്നിട്ടുണ്ടാവും. 83 ലക്ഷം വീടുകളിലാണ് നമ്മൾ ഈ സർവേ നടത്തിയിട്ടുള്ളത്. ഈ സർവേ കൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെച്ചത് ഇതാണ്: പുതിയ ജോലി ആഗ്രഹിക്കുന്ന എത്ര യുവജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സംതൃപ്തരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിജ്ഞാനത്തിനും ക്വാളിഫിക്കേഷനും ഉതകുന്ന തരത്തിലുള്ള തൊഴിലാണോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവരാണോ? അത്തരത്തിൽ 83 ലക്ഷം വീടുകളിൽ നമ്മൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ 83 ലക്ഷം വീടുകൾ കവർ ചെയ്യുകയും അതിൽ 53 ലക്ഷം പേര് ഒന്നുകിൽ പുതിയ ജോലി ആഗ്രഹിക്കുന്നവർ, ഇല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവർ, അങ്ങനെ 53 ലക്ഷം പേരെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഈ 53 ലക്ഷം പേരിലും ഒരു സിംഹഭാഗം 58% പേരും സ്ത്രീകളാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്രയും 58% സ്ത്രീകൾ ജോലി ഇല്ലാത്തവരായി ഇരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ കരിയർ ബ്രേക്ക് സംഭവിച്ചുകൊണ്ടും ചിലപ്പോൾ ഫാമിലി പരമായിട്ടുള്ള പല ഇഷ്യൂസ് കൊണ്ടും ഒക്കെ ആയിരിക്കും അവർക്ക് അവരുടെ ജോലി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തത്. ഇപ്പോഴും അങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന പലരും ഉണ്ട്. അവരുടെ വർക്ക് ഫ്രം ഹോമോ വർക്ക് നിയർ ഹോമോ ഒരു ഓഫർ നമ്മൾ മുന്നോട്ട് വച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും ജോലിയിലേക്ക് വരാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത്തരത്തിലുള്ള 58% വരുന്ന സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊഴിലരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി കേരള നോളജ് ഇക്കോണമി മിഷൻ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദ്ധതിയിൽ പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് അവരവരുടെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പഞ്ചായത്തിലോ അവരുടെ ബ്ലോക്കിലോ ഒക്കെ അടുത്ത സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ കേരള നോളജ് ഇക്കോണമി മിഷൻ ഓഫർ ചെയ്യുന്ന ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന കമ്പനീസ് എന്ന് പറയുന്ന വളരെ ടെക്നോ പാർക്ക് പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന വലിയ ഇൻ്റർനാഷണൽ ലെവലിലുള്ള MNC കമ്പനീസ് വരെ ഉണ്ട്. പക്ഷേ ഇവരൊന്നും ചിലപ്പോൾ ഒരു വർക്ക് ഫ്രം ഹോമോ വർക്ക് നിയർ ഹോമോ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കമ്പനീസ് ആയിരിക്കില്ല. അതിന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വഴിയാണ് ഡൊമസ്റ്റിക് എംപ്ലോയീസിനെ കണ്ടുപിടിക്കുക. പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ 5 തൊഴിലവസരമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ചിലപ്പോൾ 10 അവസരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പ്രാദേശിക തൊഴിലവസരമുള്ള എംപ്ലോയീസിനെ കണ്ടുപിടിക്കുകയും ആ എംപ്ലോയീസ് വഴി കരിയർ ബ്രേക്ക് സംഭവിച്ച സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യാനും അവർക്ക് ജോലി നൽകാനുമുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുന്ന തൊഴിലരങ്ങത്തേക്ക് എന്ന പദ്ധതിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന് പുറമെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികളും കേരള നോളജ് ഇക്കോണമി മിഷൻ കൊണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ പ്രൊജക്റ്റുകളുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് പ്രൈഡ് എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളം മുഴുവൻ ത്രൂഔട്ട് നടത്തി വരുന്ന പരിപാടിയാണ്. അതിന് പുറമെ PWD കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് സമഗ്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. SC/ST ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ചേർന്നിട്ട് ഒപ്പറ, ഉന്നതി, അത്തരത്തിൽ പേരുകളുള്ള പദ്ധതികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫിഷറീസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സർക്കാർ സംവിധാനങ്ങളുമായിട്ട്, ഒരുപാട് നിലവിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ ആയിട്ട് ചേർന്നിട്ട് മാറ്റി നിർത്തപ്പെടുന്ന ആളുകളിൽ ക്വാളിറ്റി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിപാടികളും നമ്മൾ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. കേരള നോളജ് ഇക്കോണമി മിഷനുമായിട്ട്
ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടല്ലോ. അതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ 2026 കൂടി 20 ലക്ഷം പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ദൗത്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ ലെവലിൽ തന്നെ നമുക്ക് നല്ല അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ജോലി ആഗ്രഹിക്കുന്ന ഓരോ കുട്ടികളും ഈ DWMS പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടും ഉണ്ട്. DWMS പ്ലാറ്റ്ഫോമിലേക്ക് തങ്ങളുടെ പേരും വിവരങ്ങളും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇതിൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഇതേ പേരിലാണോ ഉള്ളത്? DWMS എന്നുള്ള പേരിലാണോ? അതെ, DWMS തന്നെയാണ് പേര്. ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ DWMS എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ വഴി വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം അല്ലേ? വളരെ ശരിയാണ്. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി, വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ DWMS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. കൂടാതെ രജിസ്റ്റർ ചെയ്യുന്ന ഈ കാൻഡിഡേറ്റ്സിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുന്നു എന്നതിലുപരി ജോലി വാഗ്ദാനം ചെയ്യുന്ന കമ്പനീസിനും രജിസ്റ്റർ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ജോലി ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സിനെയും ജോലി വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളെയും ഇതിനു വേണ്ടി അവരെ പരിശീലിപ്പിക്കുന്ന പരിശീലന ഏജൻസികളും ചേരുന്നതാണ് DWMS. അപ്പോൾ ഒരു കുട്ടിയെ നേരിട്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതിൽ നിന്നുപരി DWMS രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അവരുടെ ഒരു സൈക്കോമെട്രിക്കൽ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അവരുടെ കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ടെസ്റ്റാണ്. ആദ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതായിരിക്കും. ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ടോ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന്? ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെ പ്രായമുള്ള ജോലി ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും DWMSൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സൈക്കോമെട്രിക്കൽ ടെസ്റ്റാണ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. 20 മിനിറ്റ്സിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. ഈ ടെസ്റ്റിൽ പ്രധാനമായിട്ടും കരിയർ അസസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ക്വാളിറ്റി എന്താണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, നിങ്ങളുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് ഈ ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ടെസ്റ്റ് കഴിയുമ്പോൾ ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഒരു കരിയർ കൗൺസിലിംഗ് സെഷൻ ഈ കുട്ടിയെ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ 10th മാത്രമാണ്, 10th കംപ്ലീറ്റഡ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ സ്റ്റിൽ എനിക്ക് അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ ആ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ജോലി കണ്ടെത്താനും കൂടി സാധിക്കും. അതെ, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും അനുസരിച്ചുള്ള ജോലി സെലക്ട് ചെയ്യാൻ പറ്റും അതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കരിയർ കൗൺസിലർ 1 മണിക്കൂർ സെഷൻ നിങ്ങളുമായിട്ട് സംസാരിക്കും. നിങ്ങളോട് സംസാരിച്ച് എന്താണ് നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നിങ്ങൾ സ്കില്ലിൻ്റെ അഭാവം ഉള്ളതെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അയാൾ സജസ്റ്റ് ചെയ്യും. അത് ഓൺലൈനാണോ സർ? അതെ, തീർച്ചയായിട്ടും ഓൺലൈനാണ്. ഓൺലൈൻ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്ത് ഈ കൗൺസിലറുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡിസേബിൾ ചെയ്തിട്ട് വേണമെങ്കിൽ കൗൺസിലറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. കൗൺസിലർ എന്തായാലും വീഡിയോ നിങ്ങളുമായിട്ട് സംസാരിക്കുക. അതെ, അത്തരത്തിൽ കൗൺസിലിങ്ങിന് വഴി കടന്നുപോയ ആളുകൾക്ക് PDT എന്ന് പറയുന്ന ഒരു സെഷനുണ്ട്. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സെഷനാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടെസ്റ്റ്. അപ്പോൾ ഈ PDTയിൽ ഒരു ദിവസം 1 അവറാണ് ക്ലാസ് ഉണ്ടാവും. അങ്ങനെ 12 ദിവസം കൊണ്ടാണ് ഈ PDT ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഈ PDTയുടെ കൂടെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സ്കോർ ടെസ്റ്റ് നടത്താമെന്ന്. അപ്പോൾ ഇംഗ്ലീഷ് സ്കോർ ടെസ്റ്റ് നടത്തുന്നത് ബ്രിട്ടീഷ് കൗൺസിലാണ്. ബ്രിട്ടീഷ് കൗൺസിലായിരുന്നു IELTS മുൻപ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പലതവണ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു തവണ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും അവസാനം നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടിയെന്ന് തോന്നുമ്പോൾ ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. ഡൗൺലോഡ് നിങ്ങളുടെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, റിപ്പോർട്ട് ഡൗൺലോഡ് നമ്മളിത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല സ്കോർ വരുമ്പോഴാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ഫൈനൽ സബ്മിഷൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. പല തവണ ട്രൈ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാം സൗജന്യമായിട്ടുള്ള സേവനങ്ങളാണ്. DWMS വളരെ സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളാണ്. അതിന് പുറമെ നമ്മുടെ കുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്റർവ്യൂവിന്റെ മുന്നിലെത്തുമ്പോൾ അവരെ മുഴുവനായിട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അതെ, ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ലായ്മ. തീർച്ചയായിട്ടും കോൺഫിഡൻസ് ലെവൽ ഇല്ലായ്മ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ റോബോട്ടിക് ഇന്റർവ്യൂ പോലൊരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന പോലെ തന്നെ അവർക്ക് തോന്നും. അപ്പോൾ ഒറിജിനലി ഒരു ഇന്റർവ്യൂവർ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ എന്നുള്ള ഒരു ഫീല് വരുന്ന രീതിയിൽ ചെയ്യും അല്ലേ? അതെ, ചുരുക്കത്തിൽ DWMS രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളെ നേരിട്ട് ഒരു കമ്പനിയിലേക്ക് എത്തിക്കുന്നതിന് പുറമെ അവരുടെ ഗ്യാപ്പ് എന്താണെന്ന് അസസ് ചെയ്തിട്ട് അതിനെ ഫില്ല് ചെയ്തിട്ടാണ് പരമാവധി എംപ്ലോയീസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ വേറെ എന്തൊക്കെ സർവീസസ് ആണ് കേരള നോളജ് ഇക്കോണമി മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? DWMS രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് നൽകുന്ന റോബോട്ടിക് ഇന്റർവ്യൂ പോലുള്ള ഞാനിപ്പോൾ പറഞ്ഞ ക്യൂറേഷൻ ആക്ടിവിറ്റികൾക്ക് പുറമെ
വർക്ക് റെഡിനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് 15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയുണ്ട്. ഈ പരിപാടിയിൽ പ്രാദേശികമായിട്ട് ട്രെയിനിങ് സെഷനുകളിലും മെന്ററിംഗ് പ്രോഗ്രാമുകളിലും ഒക്കെ ഇൻവോൾവ് ആയി നിൽക്കുന്ന ആളുകളാണ് ഈ പരിശീലനം അവർക്ക് കൊടുക്കുന്നത്. അത്തരത്തിൽ സന്നദ്ധ സേവനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് മെന്ററിംഗ് സപ്പോർട്ട് നൽകുക. WRP ചെയ്ത് കഴിയുമ്പോൾ, വർക്ക് റെഡിനെസ് പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടി ഒരു ജോലിയിലേക്ക്, ഇപ്പോൾ ഫ്രഷർ ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം, എങ്കിലും ആ ജോലിയിലേക്ക് കയറാനുള്ള എല്ലാ ക്വാളിറ്റിയും ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. അതിന് പുറമെ LSGD ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് പല സ്കില്ലിംഗ് കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സ് ചെയ്താൽ മാത്രമേ ഈ കുട്ടിക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റുള്ളൂ, ഒരു ജോലിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടും റിസൾട്ടിലേക്ക് വരുന്നില്ല. അങ്ങനെ LSGD ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അവർ സ്കില്ലിന് പ്രത്യേക ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മേഖലയിലുള്ള കുട്ടികൾക്ക് എന്താ ഗ്യാപ്പ് നോക്കിയിട്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് ആ ഗ്യാപ്പുള്ള കോഴ്സിന് പരിശീലനം നൽകി വീണ്ടും നമ്മുടെ ജോബ് ഫെയറിലേക്ക് പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടിയും ഫീൽഡിൽ നടക്കുന്നുണ്ട്. അതെ. അതിൽ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ വർക്ക് എഫിഷ്യൻസിയെ ബാധിക്കുന്ന ഒന്നാണല്ലോ ഈ സ്കില്ലിന്റെ ഗ്യാപ്പ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു, പ്രത്യേകിച്ച് ഇപ്പോൾ നാളുകൾക്ക് മുന്നേ ജോലിയിൽ കയറിയവർക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ടുള്ള യൂസ്ഡ് ആവാത്തതിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അതെല്ലാം ഇത്തരത്തിൽ എന്താണോ നമുക്ക് ഉള്ള ഒരു കുറവ് അത് നികത്താൻ സാധിക്കും അല്ലേ? ആ പ്രശ്നമെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഇന്റർവ്യൂവർ അപ്രോച്ചും വളരെ കോൺഫിഡൻറ്റോട് കൂടി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നോളജ് മിഷൻ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ടുള്ള പ്രോജക്ട്സോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് പുതിയ ഇനിഷ്യേറ്റീവ്? ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, സ്റ്റേറ്റിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഞാൻ പറഞ്ഞ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ പോലുള്ള പദ്ധതികളിൽ വർഷങ്ങളായിട്ടുള്ള പ്രാവീണ്യമുള്ള ആളുകളാണ് പ്രോഗ്രാം മാനേജർമാരായിട്ടിരിക്കുന്നത്. ആ പ്രോഗ്രാം മാനേജർമാർക്ക് പുറമെ ഓരോ ജില്ലയിലും ജില്ലാ പ്രോഗ്രാം മാനേജർമാരുണ്ട്. അവർ കുടുംബശ്രീയുടെ ഓഫീസുകളിലാണ് വർക്ക് ചെയ്യുന്നത്, കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിന് പുറമെ ഓരോ പഞ്ചായത്തിലും കമ്മ്യൂണിറ്റി അംബാസഡർമാരുടെ സേവനം ലഭിക്കുന്നുണ്ട്. അവർ ഒരു ഓണററി ബേസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർ ഓരോ പഞ്ചായത്തിലും അവരുടെ പ്രസൻസ് ഉണ്ട്. കമ്മ്യൂണിറ്റി അംബാസഡർമാർ വഴിയാണ് നമ്മൾ ഈ കുട്ടികളിലേക്ക് എത്തുന്നതും അവർക്ക് എങ്ങനെയാണ് DWMS രജിസ്റ്റർ ചെയ്യിപ്പിക്കേണ്ടത്, എന്തൊക്കെ സേവനങ്ങളാണെന്നുള്ള അവയർനെസ് കൊടുക്കുന്നതൊക്കെ കമ്മ്യൂണിറ്റി അംബാസഡർമാർ വഴിയാണ്. അപ്പോൾ ഈ മെക്കാനിസത്തിന് പുറമെ ഇപ്പോൾ മാഡം ചോദിച്ച ന്യൂ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുറച്ചുകൂടി പാർട്ടിസിപ്പേറ്ററി മെക്കാനിസത്തോടു കൂടി, കുറച്ചുകൂടെ ജനപങ്കാളിത്തത്തോടു കൂടി ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് കേരള നോളജ് ഇക്കോണമി മിഷന്റെ സേവനങ്ങൾ ഫീൽഡിൽ പരിചയപ്പെടുത്തുക, അതിൽ ജോലി ആവശ്യമുള്ളവരെ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ജില്ലകളിൽ നടക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നമ്മൾ 3 തരത്തിലുള്ള ലെയറാണ് ഇതിലുള്ളത്. ഒന്ന് മാസ്റ്റർ ട്രെയിനർമാർ. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് 10 മാസ്റ്റർ ട്രെയിനർമാരെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ 140 ഈ ട്രെയിനർമാർക്ക് കിലയിൽ വെച്ച് പരിശീലനം നൽകുന്നു. ഈ 140 പേര് അതാത് ജില്ലകളിൽ പോകുന്നു. ഓരോ വാർഡിൽ 2 റിസോഴ്സ് പേഴ്സൺമാരെ വെച്ച് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ വഴി അവർക്ക് പരിശീലനം കൊടുക്കുകയും അതുവഴി ഓരോ വാർഡിലും നമുക്ക് ആരാണ് യഥാർത്ഥ ജോലി ആഗ്രഹിക്കുന്നവരെന്ന് കണ്ടുപിടിക്കാനും തരത്തിൽ ജോലി എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യത്തിലെത്താനും സഹായിക്കും. അപ്പോൾ ഇതിൽ ഓരോ വാർഡിൻ്റെയും നമുക്ക് ഓരോ ന്യൂക്ക് ആൻഡ് കോർണറും അഡ്രസ്സ് ചെയ്യണം. നമ്മളിപ്പോൾ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ പ്രൊജക്റ്റൊക്കെ വരുന്നത് നമ്മൾ ഇത്രയും നല്ലൊരു പരിപാടി, ഇത്രയും ജനങ്ങൾക്ക് പ്രയോജനമുള്ളൊരു പദ്ധതി ഫീൽഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മൈനോറിറ്റി ആയിട്ടുള്ളൊരു മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഒഴിവായി പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പരമാവധി എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാർ വഴിയും കൗൺസിലർമാർ വഴിയും ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി പഞ്ചായത്തിൻ്റെ ഒക്കെ സഹകരണത്തോടു കൂടി ഈ പദ്ധതി ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പുതിയ പദ്ധതിയുടെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? 17 ലക്ഷം പേരാണ് DWMS പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 17 ലക്ഷം പേരിൽ നമുക്ക് എല്ലാവർക്കും ജോലി ആഗ്രഹം ഉള്ളവരില്ലെങ്കിൽ എല്ലാവരും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നവരോ അപ്ലൈ ചെയ്യുന്നവരോ ഒന്നും അല്ല. അപ്പോൾ അതിൽ നിന്നും തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ജോബ് സീക്കേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യമായിട്ട് ജോലി വേണ്ടത് ആരൊക്കെയാണ്, അപ്പോൾ അവരെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനും പ്രത്യേകം പരിശീലനം നൽകാനും പ്രത്യേകം ജോലിയിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഉള്ള ജോബ് സീക്കേഴ്സിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി ആഗ്രഹിക്കുന്ന, ഇത്രയും വേഗം പുതിയൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വളരെ ജെനുവിൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നോളജ് മിഷൻ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇമ്മീഡിയറ്റ് ജോബ് സീക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അവരെ പ്രത്യേകം പരിശീലനങ്ങൾ നൽകുകയും ജോലിയിലേക്ക് എത്തിക്കുകയും അതിനുള്ളിൽ നിന്ന് തന്നെ അർജന്റ് ജോബ് സീക്കേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ വാർഡിലും നിർബന്ധമായിട്ടും പുതിയൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അയാൾ ഇഷ്ടപ്പെടുന്ന, അയാളെ വിജ്ഞാനത്തിന് ഉതകുന്ന തരത്തിലുള്ള ജോലിയിലേക്ക് എത്തിക്കുക എന്നതാണ് പുതിയ സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, നമുക്കറിയാം ജോലി അന്വേഷിച്ച് നടക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ ജോലിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ഒരു ടിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു മെസ്സേജ് ആയിട്ട് സാറിന് എന്താണ് കൊടുക്കാനുള്ളത്? അവരോട് എന്താണ് പറയാനുള്ളത്? കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി വളർത്തുക എന്നതാണ് സർക്കാർ ഈ പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത്.
ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ജോലി അന്വേഷിക്കുന്നവർ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിജ്ഞാനത്തിന് ഉതകുന്ന തരത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി തന്നെ തിരഞ്ഞെടുക്കാനൊരു ശ്രമം നിർബന്ധമായിട്ട് നടത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ കഴിവും പെർഫോം ചെയ്യാനും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മുന്നോട്ട് വരാനും ഒക്കെ സാധിക്കുകയുള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ജോലിയിൽ എന്തൊക്കെ സ്കില്ലിൻ്റെ അഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് ആ സ്കില്ലിംഗ് നിങ്ങൾ ആർജിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയിലേക്ക് എത്തുക. അങ്ങനെ കേരളത്തിലെ എല്ലാ യുവജനങ്ങൾക്കും അവരുടെ വിജ്ഞാനത്തിന് ഉതകുന്ന, അവരിഷ്ടപ്പെടുന്ന, അവരുടെ ആഗ്രഹത്തിന് ഉതകുന്ന തരത്തിലുള്ള ജോലി ഉണ്ടാവട്ടെ എന്നുള്ളതാണ് കേരള നോളജ് ഇക്കോണമി മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജോലിക്ക് വേണ്ടി ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നവരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന കമ്പനീസ് ഏതൊക്കെയാണ്? ജോലി നൽകുന്ന എംപ്ലോയേഴ്സ് എന്ന് പറയുന്ന കേരളത്തിൽ വളരെ പേരുകേട്ട MNCകളും മറ്റുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ജോലി കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ICT, CI എന്നീ ഏജൻസികളാണ് കേരള നോളജ് ഇക്കോണമി മിഷന് വേണ്ടിയിട്ട് ഈ ജോബ് ഫെയർ പോലുള്ള പദ്ധതികളിൽ കമ്പനിയെ പങ്കെടുപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അതിൽ ഹോസ്പിറ്റാലിറ്റി സെക്ടറുകളെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനുകളുണ്ടാവും. IT, സെയിൽസ്, മാർക്കറ്റിംഗ്, അതിന് പുറമെ ഓവർസീസ് പ്ലേസ്മെൻറ്റ് പോലും കൊടുക്കാൻ കെൽപ്പുള്ള കമ്പനീസ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ ജോബ് ഫെയറിലും പങ്കെടുക്കാറുണ്ട്. അവർക്ക് പുറമെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാദേശിക തൊഴിലവസരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ജോലികൾ കൂടുതൽ നൽകുന്നതിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് എംപ്ലോയീസിൻ്റെ ഒരു പൂളും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പത്തനംതിട്ട നോളജ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് പറയാം. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടിയിട്ട് വിജ്ഞാന പത്തനംതിട്ട എന്ന പേരിൽ ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വിജ്ഞാന പത്തനംതിട്ടയുടെ ഭാഗമായിട്ട് അവിടെ അവരുടെ വിജ്ഞാനത്തിന് ഉതകുന്ന തരത്തിലുള്ള ജോലി ആഗ്രഹിക്കുന്ന ഓരോ കുട്ടികളെയും പത്തനംതിട്ടയ്ക്ക് വേണ്ടി മാത്രം എംപ്ലോയർമാരെയും പ്രത്യേക പരിശീലനങ്ങൾ നൽകി, പ്രത്യേക മീറ്റിങ്ങുകൾ നൽകി, പ്രത്യേക ഓറിയന്റേഷൻ ക്ലാസ്സുകൾ നൽകി അവരെ ഇഷ്ടപ്പെടുന്ന ജോലിയിലേക്ക് എത്തിക്കുക എന്നാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് പുറമെ ഈ പദ്ധതി വിജ്ഞാന പത്തനംതിട്ട ഇപ്പോൾ വിജ്ഞാന ആലപ്പുഴയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഈ ഫ്യൂച്ചറിൽ ന്യൂ സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ട് കേരളം മുഴുവൻ ഒരു വൈജ്ഞാന കേരളമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഡിസ്ട്രിക്ട് വൈസ് ഇതുപോലെ വരും എന്ന് പ്രതീക്ഷിക്കുക അല്ലേ, ഓരോ ജില്ലയ്ക്കും? അതെ, വിജ്ഞാന പത്തനംതിട്ടയുടെ സക്സസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ കേരളം മുഴുവൻ ഈ പദ്ധതി വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. ഇത്തരത്തിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു പദ്ധതിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കാൻ, അവരിലേക്ക് ഈ പദ്ധതി എത്തിക്കാനും ആകാശവാണി വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. അതിന് കേരള നോളജ് ഇക്കോണമി മിഷന്റെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ എന്ന നിലയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. അപ്പോൾ എന്താണെങ്കിലും തിരക്കിനിടയിലും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് കേരള നോളജ് ഇക്കോണമി മിഷന്റെ പുതിയ ഇനിഷ്യേറ്റീവ്സിനെയും അതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്ന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് കേരള നോളജ് ഇക്കോണമി മിഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ സാബു ബാലയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.